വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ദേ ഒരുത്തൻ കേറി തുടങ്ങിയിരിക്കുന്നു. വാവ് എടാ വീണേക്കല്ലേ. ഇന്ന് നമ്മൾ കട്ടപ്പനയിലാണ്. കട്ടപ്പനയിൽ ഒരു കല്യാണത്തിന്റെ മേലുള്ള ഒരു സൈഡിലാണ് നമ്മൾ കയറുന്നത്. ഇന്ന് ഇവിടെ വെച്ച് നമ്മളൊരു പുതിയ പരിപാടി തുടങ്ങാം കേട്ടോ. കണ്ടിട്ടുണ്ടോ, നമ്മൾ പറിക്കാൻ പോകുന്നത്. നമ്മളിവിടെ കമ്പിളി മരം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് എന്താണ് പറയുന്നത് കമന്റ് കേട്ടോ. നല്ല കഠിനമായ വഴികളാണ് ഗൈസ്. അയ്യോ കാട് കയറി എത്തിയിരിക്കുന്നു. ഇല്ലെന്ന് ചോദിച്ചാൽ എത്തിയില്ല. ഇതുപോലെ സാധനം വലിച്ചൊടിച്ചിട്ട് വേണം അതിലോട്ട് എത്താമേ. ഈ കാണുന്ന സാധനം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെയാണ് നമ്മുടെ നാട്ടിൽ കമ്പിളി നാരങ്ങ എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ താഴെ നിന്ന് വായി നോക്കി നിൽക്കേണ്ടി വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാരണം ഇതുപോലെ തന്നെ പണ്ട എങ്ങനെ കയറുമെന്ന് അറിയത്തില്ല. കയറി കാണിച്ചിരാന്ന് വെല്ലുവിളി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം കയറുമില്ലെന്ന് കാണിച്ചുതരാം. വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ദേ ഒരുത്തൻ കയറി തുടങ്ങിയിരിക്കുന്നു. വാവ് എടാ വീണേക്കല്ലേ. ഒരെണ്ണം പറിച്ചതേ ഒരെണ്ണം പറിച്ചോണ്ടിരിക്കുന്നോണം. ഇടോ ഇട്ടോ ഇട്ടോ ഇടോ ഇടിട്ട് ആ ഇട്ടോ. സാധനം കിട്ടിയിരിക്കുന്നു കൈ. ഇനി ഇത് പൊളിച്ചടുക്കി കഴിക്കുക. അതാണ് ആശാനെ ഇറങ്ങിക്കോടാ. കിട്ടിയില്ലെന്ന് പറയരുത്. ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒരു വലിയ കവർ പറിച്ച്. അപ്പം സാധനം പറിച്ച പാത്രം പോരല്ലോ, നമുക്ക് കഴിക്കാൻ വേണ്ടേ. അപ്പം നമ്മൾ കഴിക്കാനായിട്ടൊരു വൈബ് സ്പോട്ട് തേടി ഇറങ്ങിയാണ്. അപ്പോൾ ഈ മലയുടെ ഒരു സൈഡിലായിട്ട് ഒരു വ്യൂ പോയിന്റ് പോലെ ഒരു സംഭവം ഉണ്ട്. അപ്പം ആ സ്ഥലത്തോട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ആ സ്പോട്ട് വരുന്നത്. ഇവിടെ നിന്ന് സാധനം പൊളിച്ചടുക്കി കഴിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നൈസ് സ്ഥലം കേട്ടോ. ഇപ്പോഴത്തെ നമുക്കറിയാലോ, ഈ മൊത്തം വേനലായതുകൊണ്ട് മൊത്തം ഉണങ്ങി കിടക്കണം. അല്ലെങ്കിൽ ഇവിടെ പുല്ലൊക്കെ ആയിട്ട് കിട്ടു വൈബ് സ്പോട്ടാണിത്. കട്ടപ്പന ആണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കല്യാണത്തണ്ടെന്ന് പറഞ്ഞ ഒരു സൈഡാണ്. അപ്പോൾ ഇത് സാധനം പൊളിച്ച് ഇതേ ഇവിടെ ഒന്ന് കഴിച്ച് വൈബ് അടിച്ചോ. എങ്ങനെയുണ്ട് മലകയറ്റം? അടിപൊളിയല്ലേ. ഓരോ മലയാളം ഉണ്ടെങ്കിലും ഓരോ വട്ടാണ്. ഈ പ്രാവശ്യം അത് ഒരു പുഷപ്പ് എടുക്കാതെ തോന്നി. വൈബല്ലേ ഗായ്സ്. നമ്മളിതേ ഇന്നൊരു ട്രിപ്പ് പോകുന്നതാണ്. കട്ടപ്പനയിലാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്ത് നമ്മൾ വന്നിട്ട് നമ്മൾ എന്തിനാ ഇങ്ങനെ വേസ്റ്റ് പറക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് അറിയാമോ? ഗായ്സ്, നമ്മൾ ഇന്ന് തൊട്ടൊരു പരിപാടി തുടങ്ങുകയാണ്. നമ്മളെല്ലാ മലകളും കയറുമ്പം അവിടെ എല്ലാം ഇതുപോലെ കുപ്പികളും പ്ലാസ്റ്റിക്കുകളും ഉണ്ട്. സോ ആരും വന്നത് ഒരിക്കലും പെറുക്കത്തില്ല. നമ്മളായിട്ട് കൊണ്ടിടുന്ന വേസ്റ്റാണ്. അപ്പം നമ്മളായിട്ടാണ് പെറുക്കുക. അപ്പോൾ ഞങ്ങൾ ഇന്നോട്ടൊരു കാര്യം ചെയ്യുന്നത്, ഞങ്ങൾ ഇതുപോലത്തെ കവർ എപ്പോഴും ഞങ്ങൾ കരുതും. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഈ ഒരൊറ്റ കവർ വേസ്റ്റ് ഞങ്ങൾ പിറക്കും. ഇവിടെ കണ്ടത് ഒരുപാട് വേസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾ ട്രിപ്പിനിടയ്ക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ചെറിയൊരു പരിപാടി നമ്മളിവിടെ തുടങ്ങുകയാണ്. അപ്പം നിങ്ങളും ഇതേപോലത്തെ യാത്ര നടത്തുന്ന സമയത്ത് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ എന്നും മനോഹരമായിട്ട് തന്നെ നിൽക്കും കേട്ടോ. പക്ഷേ ഇത് ഒരു ഒറ്റ കവറ് ഫുള്ളായിരിക്കുന്നു ഗൈസ്. അപ്പം ഇതാണ് ഞങ്ങൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. എന്താടാ ഫുൾ പാക്കേജ്. എടുത്ത വേസ്റ്റ് ഇത് നമ്മളിവിടെ ഇടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ എല്ലാ ആൾക്കാരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഇതുപോലത്തെ റെയർ ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും.